ഫുഡൊക്കെ അടിപൊളി കിട്ടോ. ബില്ലും അതേപോലെ തന്നെ അടിപൊളിയായിരിക്കും. കണ്ടാൽ നമുക്ക് ബില്ല് എത്ര ഉള്ളത് നോക്കട്ടെ പറഞ്ഞുതരാം. അവിടെ ഇന്ന് നമ്മൾ കോഴിക്കോട് ചെറുകുട്ടി റോഡുള്ള കാലിക്കറ്റ് പരിവാർ റെസ്റ്റോറൻറ്റിലാണ്. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ കാറുകൾ കയറ്റി നമുക്ക് എന്തായാലും ജസ്റ്റ് കയറി നോക്കാം എന്താ സ്ഥിതിയുള്ളത്. ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റ് കയറി ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും 2 മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് കയറി കഴിക്കേ. സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ പുറത്ത്. അപ്പോൾ അകത്തേക്ക് കയറി ഉടനെ തന്നെ ഒരു വെയിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ടി വി ഒക്കെ കണ്ടിരിക്കാൻ നല്ലൊരു സെറ്റപ്പ് സംഭവം കേട്ടോ. അപ്പോൾ നേരെ അകത്തേക്ക് കയറി നോക്കാം സീറ്റ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ കയറി ഉടനെ തന്നെ ഒരു സീറ്റൊക്കെ ഒപ്പിച്ച് തന്നിട്ട് നല്ലൊരു ഇത് എത്ര ആളുണ്ട് വന്ന് ചോദിക്കും. അതിനനുസരിച്ച് സീറ്റൊക്കെ അവർ നമുക്ക് കാണിച്ചൊക്കെ തരും. എന്തായാലും അതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓർഡറൊക്കെ വളരെ പെട്ടെന്ന് ഫാസ്റ്റാണ് പരിപാടിയൊക്കെ. ഫുഡ് ഓർഡർ മീൽസാണ് വരുന്നത്. മൂപ്പര നമ്മൾ ഓർഡറൊക്കെ എടുത്തത് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ 2 ഫിഷ് മീൽസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ടൈം പറഞ്ഞിട്ടുണ്ട് പ്രിപ്പയർ ചെയ്യണ്ടേ. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നല്ലൊരു മൊത്തം ആംബിയൻസ് ഒക്കെ ഒരു അടിപൊളി സെറ്റപ്പ്. അതേപോലെ ആ ഒരു സർവീസൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് 10 മിനിറ്റ് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ സാധനമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫിഷ് മീൽസിൻ്റെ ഐറ്റംസ് ഒരുപാട് സാധനങ്ങൾ, പാത്രങ്ങൾ ഒരുപാട് എണ്ണം ഉണ്ട്. നോക്കാം. മീൻകറിയാന്ന് തോന്നുന്നു. പിന്നെ സാമ്പാറായിരിക്കും. നോക്കാം. അങ്ങനെ നമ്മളെ മേശ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. പ്ലേറ്റൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ. 10 മിനിറ്റ് വെച്ചിട്ട് പക്ഷേ ആ ഒരു ചൂട് ഫുള്ളുണ്ട് പ്ലേറ്റിന്. ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉപ്പേരിയുണ്ട്, പുളിയുണ്ട്, രസമുണ്ട്, സാമ്പാറുണ്ട്, മീൻകറിയുണ്ട്, പിന്നെ എന്തൊരു കറിയുണ്ട്, തൈരുണ്ട്, കൂട്ടുകറിയാന്ന് തോന്നുന്നു, അവിയൽ, പപ്പടം, പായസം, അങ്ങനെ എല്ലാം കൂടി ഉണ്ട് കേട്ടോ. ഇനി ബില്ല് വരുമ്പോൾ അറിയാം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ചോറെത്തിയുണ്ട്. എനിക്ക് തോന്നുന്നു 2 റൈസിൻ്റെ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുറുവാണ് എടുത്തത്. അപ്പുറത്തൊക്കെ പൊന്നേരിൻ്റെ ചോറ് കഴിക്കുന്നുണ്ടോ ഒരു സംശയമുണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടം കുറവ് തന്നെയാണ്. അത് തന്നെയാണ് വന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ മീൻകറി തന്നെ തുടങ്ങാം. കാണുമ്പോൾ തന്നെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ച മീൻകറി. 2 ഫിഷ് മീൽ ആയതുകൊണ്ട് 2 കഷ്ണം മീനും ഉണ്ട്. 2 കഷ്ണം മീൻ കേട്ടോ. ഒരു കഷ്ണം എനിക്ക്, ഒരു കഷ്ണം വൈഫിന്. ആ ഗ്രേവി ഒക്കെ നോക്കിയേട്ടാ, നല്ല എന്താ പറയുക ഫൈൻ പേസ്റ്റ് വെച്ചോട്ടാ. അങ്ങനെയുണ്ട്. നമ്മൾ മീൻ കഷ്ണം മാറ്റി വെച്ചാൽ ഗ്രേവി ആദ്യം അങ്ങോട്ട് നല്ല കുറുവ, നല്ല ക്വാളിറ്റി കുറുവായിട്ട്. കാരണം ആ ഒരു വട്ടി പോലെ പല ആൾക്കാർക്ക് ഇത് ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് ഇതാണല്ലോ മെയിൻ. അതങ്ങനെ അങ്ങോട്ട് എടുത്തതാ. നല്ല ടേസ്റ്റുള്ള മീൻകറി കേട്ടോ. ചെറിയൊരു മീൻ കഷ്ണം, നല്ല ഫ്രഷ് ആട്ടോ മീനൊക്കെ. പക്ഷേ ഒറ്റ കഷ്ണം ഒരു കടി കൊണ്ട് കഴിഞ്ഞത്. എന്തായാലും കുറച്ച് വലിയ കഷ്ണം ഇടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ സ്പെഷ്യലായിട്ടും വന്നിട്ടുണ്ട്. ഇത് തേങ്ങ വറുത്തൊന്നുമല്ല കേട്ടോ. നമ്മൾ അവരെ സ്പെഷ്യൽ പ്രോൺസ് ഡ്രൈ ഫ്രൈ ആവാം. അത് ചെമ്മീൻ, അത് തേങ്ങയൊക്കെ ഇട്ട് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനാണ് ഒരു 10 മിനിറ്റ് ടൈം പറഞ്ഞത്. പിന്നെ നമ്മൾ ഉള്ളിയും ഒരു എന്താ പറയുക നമ്മളെ ലൈമൊക്കെ വെച്ച്, ലെമണൊക്കെ വെച്ചിട്ടാണ് തന്നോട്ടെ. കഴിച്ചു പോട്ടെ എങ്ങനെ ഉണ്ട്. കുറച്ചിങ്ങോട്ട് തട്ടുക. ചെറിയ ചെറിയ പ്രോൺസ് കേട്ടോ, വലിയ സംഭവം ഒന്നുമല്ല, വലിയ പ്രോൺസ് അല്ല, ഒരു മീഡിയം സൈസുള്ള ചെമ്മീൻ. നോക്കാം. പിന്നെ പലരും പറയുന്നതായിട്ടുണ്ട് ചെമ്മീൻ്റെ കൂടെ നാരങ്ങ കഴിക്കരുത് നോക്കല്ലേ. പക്ഷെ അത് നമ്മൾ നോക്കാറില്ല. ചില ആൾക്കാർക്ക് ബോഡിക്ക് പ്രശ്നമുണ്ടാവും. അതങ്ങനെയാണല്ലോ. നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. ചെമ്മീൻ ഇങ്ങനെയുണ്ട്. നല്ല അടിപൊളി സാധനം കേട്ടോ. ചൂടോടുകൂടി ഫ്രഷ് ചെമ്മീൻ ഒന്നുകൂടി എടുത്തോട്ടെ. അടിപൊളി സംഭവം കേട്ടോ. കുറച്ച് തേങ്ങേൻ്റെ പൊടിയും കൂടെ എടുത്തിട്ട് അത് എന്നാലും മിക്സ് ആവുള്ളൂ. പൊടി 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 ആ പൊടിയും കൂടി കൂട്ടി അങ്ങോട്ട് പിടിക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അല്ലേ. നല്ല രസമുണ്ട് കേട്ടോ തേങ്ങേൻ്റെ പൊടി കഴിച്ചപ്പോൾ. അത് ആ കറിവേപ്പില ഡ്രൈ ഒക്കെ ആയപ്പോഴേ നല്ല ചെമ്മീനും കൂടെ ആയപ്പോൾ അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമുക്ക് കറികളിലേക്ക് സാമ്പാർ വൈഫ് എടുക്കുന്നുണ്ട്. കണ്ടിട്ട് വലിയൊരു സുഖം തോന്നുന്നില്ല. നമുക്ക് മീൻകറി കൂട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ ഇത്ര ഐറ്റംസ് ഉണ്ട്. നമുക്കെല്ലാം കൂടി കൂട്ടി അങ്ങനെ അയക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു പപ്പടം വെച്ചിട്ട് ആ പൊടീൻ്റെ കൂടെ നല്ല രസം ഉണ്ടല്ലേ പപ്പടം. ആ ഒരു പപ്പടവും 1-2 ചെമ്മീനൊക്കെ മുകളിൽ വെച്ച് അതങ്ങനെ അങ്ങോട്ട് എടുത്തങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് കഴിക്കുക കുറേ. ഇത് വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ആ ചെമ്മീൻ വാങ്ങിയ സൂപ്പായിട്ട് ഇത്രയും ഐറ്റംസ് നമുക്ക് കഴിക്കാൻ മറന്നുപോയി. അപ്പോൾ കുറേശ്ശെ എല്ലാം കഴിച്ചു നോക്കാം. അത് ഉപ്പേരി എടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ്, പുളി ഉണ്ട് കുറച്ച്, പിന്നെ അച്ചാർ, നാരങ്ങൻ്റെ അച്ചാർ കേട്ടോ. ഒക്കെ കഴിച്ചു നോക്കാം. ചെമ്മീൻ വാങ്ങിയാണ്ട് കുടിക്കുക, അതിൻ്റെ മുകളിൽ തന്നെ ആയിപ്പോയി. പിന്നെ അവിയലുണ്ട്,
പിന്നെ കൂട്ടുകാരാണെന്ന് തോന്നുന്നു, നമ്മളെ സ്ഥിരം കണ്ട കൂട്ടുകാരൻ്റെ ലെവലിലായിട്ടില്ല, കൂട്ടുകാരി ആണെന്ന് വിചാരിക്കാം. എല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് നമുക്ക് പിടിക്കുക. പപ്പടം, ഉപ്പേരി, അവിയൽ എല്ലാം കൂടി. ഇപ്പോൾ അവിയൽ എങ്ങനെയുണ്ട് നോക്കാം. കേട്ടോ, ചോറിനോടെ വെച്ചോട്ടെ. ആ ഒരു പപ്പടം കൂട്ടി കൊണ്ട് പിടിച്ചോ. ഒക്കെ സെറ്റായിട്ട സാധനങ്ങൾ. പക്ഷേ ഹൈലൈറ്റ് ഈ ചെമ്മീൻ. ഇത് എപ്പോഴെങ്കിലും ഇവിടെ ആരും പോകുന്നുണ്ട്, ഇതൊന്നും മസ്റ്റ് ട്രൈ ആട്ടോ ചെമ്മീൻ. അപ്പോഴാണ് വൈഫ് പറഞ്ഞത് ഒരു പരിപ്പിൻ്റെ കറി ഉണ്ടായത്. അപ്പോൾ 3 കറി ഉണ്ട്, സാമ്പാറിൻ്റെ, മീൻകറിൻ്റെ, പിന്നെ ഒരു പരിപ്പിൻ്റെ എന്തോ ഒരു ഐറ്റം. അതൊന്നും കൂടെ കാണുമ്പോൾ നല്ലൊരു ടൈം. നമ്മൾ നെയ്ച്ചോറിനൂടെ കഴിക്കുകയാണ്, നെയ്ച്ചോറും ബീഫും പരിപ്പും അതിന് പറ്റിയൊരു സാധനം. അങ്ങനെ കൂട്ടി മിക്സാക്കി അതിൻ്റെയും കൂടെ ചെമ്മീൻ തന്നെ. ചെമ്മീനും ആ തേങ്ങേൻ്റെ പൊടി അത് വേറെ ലെവലാണ്. അതിങ്ങനെ കൂട്ടിയതാ, ഇങ്ങനെ അങ്ങോട്ട് മിക്സാക്കി നന്നായിട്ട് മിക്സാക്കുക, അതെടുത്തുകൊണ്ട് കഴിക്കാം. അത് സാധനം സെറ്റിന് കേട്ടോ, ഒരു സംശയമില്ല. നല്ല കറിയൊക്കെ കേട്ടോ, കഴിച്ച കറികളൊക്കെ. പിന്നെ ഇങ്ങനെ നോക്കി വന്നെടുത്ത് കഴിക്കാൻ നോക്കിയാൽ കൊണ്ടാട്ടമുണ്ട്. കൊണ്ടാട്ടം എന്താ പറയുക, മുളകിൻ്റെതും ഉണ്ട്, പിന്നെ കൈപ്പങ്ങയാണെന്ന് തോന്നുന്നു, കൈപ്പങ്ങ അതുകൊണ്ട്. അങ്ങനെ എല്ലാം കൂടി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സാമ്പാർ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. കാണാൻ നമ്മളെ പക്ക കോഴിക്കോടൻ സാമ്പാറിൻ്റെ ആ ലുക്കല്ല, നമ്മളെ ഇഡ്ഡലീൻ്റെ കൂടെ കിട്ടുന്ന പൊടി സാമ്പാർ ആ ഒരു ലുക്ക് ഉള്ളൂ. എന്തായാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കഷ്ണങ്ങളൊക്കെ ഉണ്ട്, പരിപ്പൊക്കെ ഉണ്ട്. കഴിച്ചു നോക്കട്ടെ. അങ്ങനെ മിക്സാക്കി അല്ല, നമ്മളൊരു ഒത്തൻറ്റിക് സാമ്പാറിൻ്റെ ആ ഒരു ലുക്കല്ല. അതൊക്കെ കാണുന്ന പോലെ തന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ സാമ്പാർ. പിന്നെ രസമുണ്ട്, മോരുണ്ട്, തൈരുണ്ട്, കുറേ ഐറ്റംസ് ഇനിയുണ്ട്. അവരൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് കേട്ടോ. ചോറിനോട് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ്, നല്ല രസം. മോര്, പിന്നെ കട്ട തൈരുണ്ട്, മോരും വേറെ ഉണ്ട് കേട്ടോ. എല്ലാം കൂടി ഒരുപാട് ഐറ്റംസ് ഉണ്ട്, അതിനനുസരിച്ച് റേറ്റും ഉണ്ടാവും, അത് വേറെ കാര്യം. ആ തൈരൊക്കെ കൂട്ടി അങ്ങനെ പിടിച്ച് അങ്ങനെ പോവാം. അങ്ങനെ എല്ലാം കഴിച്ച് അവസാനം ആ പായസത്തിലേക്ക്, സേമിയ പായസം കേട്ടോ, അതും കൂടി കഴിച്ച് എല്ലാം കൂടെ ഫിനിഷ് ചെയ്തേക്കാം. അപ്പോൾ നല്ല തിരക്കായി വരുന്നുണ്ട്, ചുറ്റും ആൾക്കാരൊക്കെ ഇങ്ങനെ, സീറ്റൊക്കെ ഫുള്ളായി വരുന്നുണ്ട്. നല്ല ബിരിയാണിയൊക്കെ ആൾക്കാർ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പരിപാടി എല്ലാം നമ്മൾ തീർത്തുണ്ട്. ആ സാമ്പാർ അവിടെ കിടക്കുന്നുണ്ട്, ബാക്കിയൊക്കെ അടിപൊളി കേട്ടോ. ആ ചെമ്മീനൊക്കെ വേറെ ലെവല്. അതിൻ്റെ ഇടയ്ക്ക് ബില്ല് വന്നിട്ടുണ്ട്, ബില്ല് ഒന്ന് കാണിച്ചു തരാം. നല്ല ഫുഡാണ്, അതേപോലെ പ്രീമിയം റെസ്റ്റോറൻ്റ് അല്ലേ, ആ ഒരു ലെവലിൽ നമ്മൾ ബില്ലും പ്രതീക്ഷിക്കണമല്ലോ. നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഫിഷ് മീൽസ് വരുന്നത് 170 പ്ലസ് GST ഉണ്ടാവും. അതേപോലെ ഡ്രൈ ഫ്രൈ 360 പ്ലസ് GST കേട്ടോ. ബില്ല് അത്യാവശ്യം നല്ല ബില്ലാണ്, പക്ഷേ ഫുഡ് നല്ല ടേസ്റ്റ് ആണ്. ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഇങ്ങനത്തെ റേറ്റും നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. ആളൊക്കെ എങ്ങനെ നോക്കുന്നുണ്ട്, നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം നല്ല ബില്ലും കൊടുത്ത് ഇറങ്ങാം. അടിപൊളി റെസ്റ്റോറൻ്റ് ആട്ടോ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇത് നമ്മുടെ ചെറുട്ടുറ ജംഗ്ഷൻ തന്നെയാണെങ്കിൽ ഒരുപാട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പാർക്കിംഗ്, കുറേ കാറുകൾക്കൊക്കെ ഉള്ളൊരു പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബൈക്ക് സൈഡിലേക്കാണ്. പിന്നെ അവർ പുറത്ത് നമുക്ക് പെട്ടെന്നൊരു ചായ കുടിച്ച് പോകണമെങ്കിൽ പുറത്ത് കുറച്ച് സീറ്റൊക്കെ ഇട്ട് ഒരു ചെറിയ ടീ കൗണ്ടർ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യം. മറ്റേ ഇങ്ങനെ ഉള്ളിൽ കയറി ചായ കുടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ചായ കുടിക്കാൻ പുറത്തിരുന്ന് കഥയും കൊണ്ട് കാറ്റും കൊണ്ട് ചായ കുടിക്കുക, അത് നല്ലത്. അങ്ങനെയുള്ള പാർക്കിങ്. ആ ചെറുട്ടിൽ നമുക്ക് മിഠായിത്തരല്ല മാവൂർ റോഡിൽ നിന്ന് വരാം, ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് വരാം, സരോവരം റോഡിൽ നിന്നൊക്കെ ഈ ഭാഗത്തേക്ക് എത്തിപ്പെടും. കറക്റ്റ് ലൊക്കേഷൻസ് ഗൂഗിൾ മാപ്പിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ സംഭവങ്ങൾ. നല്ല വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കും കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് അടിച്ച് വിട്ടേക്ക്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇവിടുത്തെ റേറ്റും അങ്ങനത്തെ ടേസ്റ്റും ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്ക്.